ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? IPL 2025-ലെ നാലാമത്തെ മാച്ച് ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റലും തമ്മിൽ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് മാച്ചിനുണ്ടാവും എന്നുള്ളത്. കടലാസിലെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് വളരെ താഴെയാണ്. അതിനുള്ള മെയിൻ റീസൺ പറയാൻ പറ്റുന്ന നല്ലൊരു ബാറ്റ്സ്മാൻ ഇല്ല, പറയാൻ പറ്റുന്ന ഓൾറൗണ്ടേഴ്സ് ഇല്ല. അങ്ങനെ ഈ ഒരു IPL-ലെ ഏറ്റവും ദുർബലർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു ടീമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇറങ്ങിയതെങ്കിലും അശുതോഷ് ശർമ്മ എന്ന ഒരു ബാറ്റ്സ്മാൻ, ഉത്തർപ്രദേശിന് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു ബാറ്റ്സ്മാൻ ഉയർന്ന് പടർന്ന് പന്തലിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാച്ച്. അശുതോഷ് ശർമ്മയുടെ അത്യുജ്വലമായ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് തല ഉയർത്തി നിൽക്കുകയാണ്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 250-ന് മുകളിലുള്ളൊരു ടോട്ടലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ അറിയാലോ, മിച്ചൽ മാർഷ് അതുപോലെ തന്നെ നിക്കോളാസ് പൂരൻ അടിച്ചിട്ടുള്ള അടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കൂടെ മിച്ചൽ മാർഷും കൂടെ ആയപ്പോൾ ശരിക്കും ഉഗ്രൻ വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത്. 7ാമത്തെ ഓവറിൽ പൂരൻ്റെ ഒരു ക്യാച്ച് മിസ്സായതുകൊണ്ടാണ് ശരിക്കും ഇത്രയും ഒരു റൺസിലേക്ക് ഈ ഒരു ടീം വന്നിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് മില്ലറിന് അത്രയും കൂടുതൽ ബോൾസ് കിട്ടിയിട്ടില്ല. ഡേവിഡ് മില്ലറിന് കുറച്ചും കൂടി ബോൾസ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ടോട്ടൽ ഡെഫിനറ്റായിട്ടും ഒരു ഹൈ ടോട്ടൽ, ഒരു 250 എബോവ് ടോട്ടൽ വന്നേനെ. കിട്ടിയ ബോളുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേവിഡ് മില്ലർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാച്ചിൻ്റെ ലാസ്റ്റ് 2 ബോൾ ബാക്കി ഉണ്ടാകുമ്പോൾ ആ 2 ബോളും ഡേവിഡ് മില്ലർ 6 പറത്തിയിട്ടുള്ളത്. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഡുപ്ലസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു അക്സർ പട്ടേലിന് മാത്രമേ നമുക്ക് ഇതിൽ ശരിക്കും നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് അതുപോലെ ഓവർസീസ് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്ര വെൽ നോൺ അല്ലാത്ത പ്ലെയേഴ്സിനാണ് നമ്മൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് എല്ലാ ടീമിലും ഇപ്പം അത്യാവശ്യം വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരൊക്കെ ഉള്ളതാണ്. ഇനിയുള്ള കളികളിൽ ഡൽഹി ക്യാപിറ്റൽസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം എല്ലാ സമയത്തും ഈ ഒരു അശുതോഷ് ശർമ്മ ഒരു രക്ഷകനായിട്ട് വരണം എന്നൊന്നുമില്ല. അതുകൊണ്ട് അശുതോഷ് ശർമ്മയുടെ പകരം ഡുപ്ലസീസോ അക്സർ പട്ടേലോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമായിരിക്കാം. പക്ഷേ വന്നിട്ടില്ലെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും.